സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന കാനാന്യ സ്ത്രീയെക്കുറിച്ചാണ്. ആ ഭാഗം ഒന്ന് വായിക്കാം. ആ ദേശത്തു നിന്നൊരു കാനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കി വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ അന്വേഷകർക്ക് ഈ കഥയിൽ ആശ്വാസം ലഭിച്ചേക്കാം. ആ സ്ത്രീക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിട്ടും ഉടൻ അനുഗ്രഹം നൽകിയില്ല. യേശു അത് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ കുറച്ചുനേരം കാത്തിരുന്നു. യേശു അവളോടൊരു വാക്കുപോലും പറഞ്ഞില്ല. പ്രിയരെ, അവളുടെ പ്രാർത്ഥന നല്ലതായിരുന്നില്ലേ? അവൾക്ക് വേണ്ടത്ര ആത്മാർത്ഥതയുണ്ടായിരുന്നില്ലേ? അവൾ ചോദിച്ച കാര്യം അപ്പോൾ തന്നെ അവൾക്ക് അത്യാവശ്യമായിരുന്നില്ലേ? അവൾക്ക് വിശ്വാസമില്ലായിരുന്നോ? ശ്രദ്ധിക്കുക, യേശു പോലും ആശ്ചര്യപ്പെട്ടു. അല്ലയോ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറയത്തക്ക വിധം അവളുടെ വിശ്വാസം ആഴമേറിയതായിരുന്നു. വിശ്വാസം സമാധാനം നൽകുന്നു എന്നത് സത്യമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് തൽക്ഷണ മറുപടി ലഭിച്ചു എന്ന് വരികയില്ല. വിശ്വാസത്തിന് പ്രതിഫലം നൽകുന്നതിനേക്കാൾ പരീക്ഷിക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ടാകാം. യഥാർത്ഥ വിശ്വാസം ഒരു മറഞ്ഞിരിക്കുന്ന വിത്ത് പോലെ ആത്മാവിലുണ്ടായിരിക്കാം. എന്നാൽ യേശുവിൽ നിന്നുള്ള നിശബ്ദത ആത്മാവിനെ അന്വേഷിക്കുന്ന അനേകരുടെ വേദനാജനകമായ പരീക്ഷണമാണ്. എന്നാലും അതിലും ഭാരമേറിയതാണ് കുട്ടികളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിയുന്നത് ശരിയല്ല എന്നതുപോലെയുള്ള മറുപടി. യേശു ഇവിടെ ഉപയോഗിച്ച കൃത്യമായ പദം ഗ്രീക്കിൽ ക്യുനാരിയോൺ ആയിരുന്നു. അതായത് ചെറിയ നായ അല്ലെങ്കിൽ വളർത്തുനായ എന്നതാണ് ഉദ്ദേശിച്ചത്. ആത്മീയതയില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ അശുദ്ധ മൃഗത്തെ പരാമർശിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പലപ്പോഴും യേശു ആളുകളോട് പ്രതികരണ ചോദ്യങ്ങൾ ചോദിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. സമരിയാക്കാരി സ്ത്രീ ജീവജലം ചോദിച്ചപ്പോൾ യേശു പറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യത്തിൽ, കുരുടനോട് നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് യേശു ചോദിച്ചത്. കാനാന്യ സ്ത്രീയോടുള്ള യേശുവിൻ്റെ പ്രതികരണം സമാനമായിരുന്നു. അവൾ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നു. മുട്ടുകുത്തുന്നത് രാജത്വത്തിൻ്റെ അടയാളം മാത്രമല്ല, അധികാരത്തിൻ്റെ അംഗീകാരം കൂടിയാണ്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ശുദ്ധനാകാൻ ആവശ്യപ്പെട്ടു. ഒരു ഭരണാധികാരി മുട്ടുകുത്തി തൻ്റെ മകളുടെ രോഗശാന്തിക്കായി ആവശ്യപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ മുൻപിൽ വണങ്ങുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും തൻ്റേതാണെന്ന് യേശു പറയുന്നു. ആരാധനയിൽ നാം കർത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന കൽപ്പനയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ സ്ത്രീ കാനാന്യ ദേശക്കാരിയായിരുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ മാത്രമല്ല, തിന്മയുടെ മേൽ അധികാരം പ്രയോഗിക്കാനും തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന പിശാചിനെ തോൽപ്പിക്കാൻ യേശുവിന് കഴിയുമെന്നും ഈ സ്ത്രീ വിശ്വസിച്ചിരുന്നു. യേശു അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്നു. ഇസ്രായേൽ ഭവനത്തിലെ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ലോകത്തിൻ്റെ പ്രത്യാശയാണ്. വായിൽ നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരാളെ ശുദ്ധനാക്കുന്നത് എന്താണെന്ന് നിർണ്ണയിക്കുന്നതെന്നും യേശു പ്രഖ്യാപിക്കുന്നു. ഈ കാനാന്യ സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നത് വിശ്വാസമാണ്. അവളുടെ വിശ്വാസം പരീക്ഷിക്കുന്നതിനും സ്ഥിരോത്സാഹത്തോടെയുള്ള യാചനയുടെ ഫലത്തിൻ്റെ ഒരു ഉദാഹരണം അപ്പസ്തോലന്മാർക്ക് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇത് ചെയ്തത്.
അവളെ സഹായിക്കാനുള്ള മനസ്സില്ലായ്മയോ അവളെ അവഗണിക്കുകയോ ആയിരുന്നില്ല. അവളുടെ വിശ്വാസത്തിൻ്റെ ശക്തി പൂർണ്ണമായി പരീക്ഷിക്കപ്പെടുകയായിരുന്നു. പ്രിയരെ, പ്രാർത്ഥന, നിരന്തര പ്രാർത്ഥന, തുടർച്ചയായുള്ള പ്രാർത്ഥന, പ്രാർത്ഥനാശീലം എന്നിവ ദൈവനിശബ്ദനാണെന്ന് തോന്നുമ്പോൾ പോലും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. സ്ഥിരോത്സാഹത്തിൻ്റെ പ്രാധാന്യം തിരുവെഴുത്ത് സ്ഥിരീകരിക്കുന്നു. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5:17 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 12:12 അതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:1 ശിഷ്യന്മാരോട് യേശു എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നും തളർന്നു പോകരുതെന്നും പറയുന്നു. പ്രിയമുള്ളവരെ, നിരന്തരമായുള്ള പ്രാർത്ഥന ദൈവവുമായി ആഴമുള്ള ബന്ധം സ്ഥാപിക്കുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മെ നയിക്കുവാനും സഹായിക്കും. നാം നേരിടുന്ന എല്ലാ തടസ്സങ്ങളിലും നിരുത്സാഹങ്ങളിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുക. നാം പ്രാർത്ഥനയിൽ തളരുകയോ മടുപ്പ് അനുഭവിക്കുകയോ ചെയ്യാം. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ മറക്കുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവം തക്ക സമയത്ത് നമുക്ക് ഉത്തരം നൽകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.